ഹൂത്തീസ് വേഴ്സസ് ഇസ്രായേൽ. ഹമാസിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഇസ്രായേലിന് ഹൂത്തികളെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. എന്നാൽ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഏരിയൽ ഡിസ്റ്റൻസ് ആണ്. ഹൂത്തികളിൽ ഒരു ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ 2000 കിലോമീറ്റർ കഴിഞ്ഞു ചെന്ന് ആക്രമിക്കണം. ഇത് കാരണം ഇസ്രായേലിനെ കൊണ്ട് പൂർണ്ണമായും ഹൂത്തികളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഏരിയൽ സ്ട്രൈക്സ് ഹൂത്തികളുടെ പൊസിഷൻസിനെതിരെ ഇവരെ കൊണ്ട് കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല. ഈ കാരണത്താലാണ് ഇസ്രായേലിനെ സഹായിക്കാനായി അമേരിക്ക അകത്തേക്ക് വന്നത്. പക്ഷെ അകത്തേക്ക് വന്ന അമേരിക്ക 3 F-18 സൂപ്പർ ഹോർണറ്റും 20-ലധികം MQ-9 റീപ്പർ ഡ്രോൺസിനെയും നഷ്ടപ്പെടുത്തി. ഇതിൽ അധികം ആരും അറിയാത്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? നിയോ ടൈംസിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ പ്രകാരം അടുത്തിടെ 2 F-35 വിമാനങ്ങളും ഒരു F-16 വിമാനവും ഹൂത്തികളുടെ ലക്ഷ്യത്തിന് നേരെയുള്ള സ്ട്രൈക്കിനെതിരെ അമേരിക്ക നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു വലിയ വാർത്ത പുറത്തുവിട്ടു. അതിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ ഹൈഫ പോർട്ട് ഞങ്ങൾ ബ്ലോക്കേഡ് ചെയ്യും. ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹൈഫ പോർട്ടിനെ പൂർണ്ണമായും ഞങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യുമെന്നും ഹൂത്തികൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഹൂത്തീസ് വേഴ്സസ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ഡിബേറ്റിനുള്ളിലേക്ക് പോകുമ്പോൾ അത് ഒരു വലിയ രാജ്യത്തിനെതിരെ ഒരു ചെറിയ സംഘടനയെ താരതമ്യം ചെയ്യുന്നതിന് തുല്യമായിരിക്കും. കാരണം ഹൂത്തികൾക്ക് വലിയ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ ബാക്കിംഗ് ഒന്നും തന്നെ ഇല്ല, ഇറാൻ ഒഴികെ. പക്ഷെ ഇങ്ങനെയുള്ള ഹൂത്തികൾ ഇസ്രായേലിനെയും അമേരിക്കയെയും അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. അതായത് ഈ സിംഹത്തിന്റെ ചെവിക്കുള്ളിൽ ഉറുമ്പ് കയറിയ ഒരു പഴഞ്ചൊല്ല് പോലെയാണ്. ചെറുത് നിസാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നതായിരിക്കും ശക്തനായവനോ പ്രധാനപ്പെട്ടവനോ എതിരെയുള്ള വലിയ പ്രശ്നങ്ങളും തടസ്സങ്ങളും സൃഷ്ടിക്കുക. ഹൂത്തികൾ ഈ പഴഞ്ചൊല്ലിന് ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ ഇസ്രായേലിനും ഹൂത്തികൾക്കും ഇടയിൽ ഈ ഒരു പിരിമുറുക്കങ്ങൾ അധികം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന എയർപോർട്ട് അല്ലെങ്കിൽ ഹൊഡേഡ പോർട്ട് ഇവയെല്ലാം ഞങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഒരു പ്രതിജ്ഞ തന്നെ എടുത്തിരുന്നു. ഏകദേശം സന വിമാനത്താവളത്തിൽ മിക്ക ഭാഗങ്ങളും നശിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഹൊഡേഡ പോർട്ട്, അവിടെ ഒരുപാട് ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്. ആ ഒരു പോർട്ടിനെ അങ്ങനെ പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഏക്കർ കണക്കിന് ഭൂപ്രദേശമാണ് അവിടെ ഉള്ളത്. അത് പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രധാനപ്പെട്ട ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടല്ലോ. ഓയിൽ അണ്ടർ ബേസസ് എവിടെയെല്ലാമാണ് ഉള്ളത്, അവരുടെ അമ്യുനേഷൻ റിസോഴ്സസ് എവിടെയെല്ലാമാണ് ഉള്ളത്, ഇതെല്ലാം മനസ്സിലാക്കി അവിടെയെല്ലാം ഒരു ആക്രമണം നടത്താൻ സാധിക്കും. കാരണം ഇറാന്റെ പക്കൽ നിന്നും വരുന്ന ആയുധങ്ങളെല്ലാം ഈ ഒരു പോർട്ടിൽ നിന്നുമാണ് മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നും ഹൂത്തികളുടെ മറ്റു സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ലിങ്ക് നെറ്റ്വർക്കിനെ നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയെല്ലാമാണോ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ഉള്ളത് അതിനെയെല്ലാം കണ്ടെത്തി ആക്രമിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഫയർ ചെയ്യേണ്ട ആവശ്യമേ വരില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടങ്ങളിലെല്ലാം ലക്ഷ്യം വെച്ച് ആക്രമിച്ചു. എന്നാൽ ഇസ്രായേൽ ഇത്രത്തോളം ഒരു സ്ട്രൈക്ക് നടത്തിയിട്ട് കൂടിയും അമേരിക്ക, UK പോലുള്ള രാജ്യങ്ങൾ അവരുടെ സംയോജിതമായ ഒരു ആക്രമണം അവിടെ നടത്തിയിട്ട് കൂടിയും പൂർണ്ണമായും ആ നെറ്റ്വർക്കിനെ അവരെ കൊണ്ട് നശിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം അത്രയേറെ വലിയൊരു സ്ഥലത്ത് കൂടുതൽ വ്യോമാക്രമണങ്ങളും ബോംബിങ്ങും ഒക്കെ നടത്തിയാൽ മാത്രമേ അതിനെ നിർവീര്യമാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിനെ കൊണ്ടായാലും അല്ലെങ്കിൽ ഹൂത്തികൾക്കെതിരെ അമേരിക്കയെ കൊണ്ടായാലും ഈ ഒരു സിനാരിയോ അവിടെ ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഹൂത്തി എന്ന സംഘടന എന്നതിനും അപ്പുറം അവരുടെ പക്കൽ ധാരാളം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇതിനകം ഞാൻ ഒരുപാട് തവണ പറഞ്ഞിരുന്നു, പക്ഷെ പലരും അത് വിശ്വസിച്ചില്ല. ഹൂത്തികളുടെ പക്കൽ അങ്ങനെ അത്ര വലിയ എയർ ഡിഫൻസ് സിസ്റ്റം, വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നും തന്നെ ഇല്ല, അവരെ കൊണ്ട് വിമാനങ്ങളെ ഒന്നും വീഴ്ത്താൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു പലരും പറഞ്ഞിരുന്നത്. എന്നാൽ റഷ്യയുടെ R-73 മിസൈൽസ് ഹൂത്തികളുടെ ആയുധപ്പുരയിലുണ്ട്. റഷ്യയുടെ S-125 പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യമൻ സർക്കാർ നിയന്ത്രണത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണുള്ളത്. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇസ്രായേൽ ഒരു സ്ട്രൈക്ക് നടത്തുമ്പോൾ അല്ലെങ്കിൽ അമേരിക്ക ഒരു സ്ട്രൈക്ക് നടത്തുമ്പോഴായാലും വളരെ ലോങ് ഡിസ്റ്റൻസിൽ നിന്നാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. നേരിട്ട് അവിടെ ചെന്ന് ബോംബുകൾ ഇടുന്നതിന് പകരം കുറച്ചു ദൂരം മാറി നിന്നാണ് അവരുടെ ഏരിയൽ സ്ട്രൈക്സ് എല്ലാം നടത്തുന്നത്. അമേരിക്ക പോലും അവരുടെ വ്യോമസേന വിമാനങ്ങളെ കൂടുതൽ ഉപയോഗിക്കാതെ F-18 സൂപ്പർ ഹോർണറ്റ് ഉപയോഗിക്കുമ്പോഴെല്ലാം സേഫസ്റ്റ് ഡിസ്റ്റൻസിൽ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ B-2 ബോംബേഴ്സ് ഉപയോഗിക്കുമ്പോഴും അതിനെ പൂർണ്ണമായും ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുമ്പോൾ അതിനെ നിർവീര്യമാക്കാനുള്ള ഒരു സിസ്റ്റം ഹൂത്തികളുടെ പക്കലില്ല. നമ്മൾ ഇത്രയും ദിവസം ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു. ഒന്നാമത്തേത് ന്യൂയോർക്ക് ടൈംസിൽ ചില ദിവസങ്ങൾക്ക് മുൻപ് വന്ന ഒരു ആർട്ടിക്കിളാണ്. അതിൽ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവസാനമായി എപ്പോഴാണോ അമേരിക്കയുടെ വിമാനങ്ങൾ അമേരിക്കൻ വിമാനവാഹിനി കപ്പലിൽ നിന്നും ഹൂത്തികൾക്കായുള്ള ഒരു എയർ സ്ട്രൈക്ക് നടത്താനായി പോയത്, അപ്പോൾ തന്നെ 2 F-35 വിമാനങ്ങളെയും ഒരു F-16 വിമാനത്തെയും
ഹൂത്തികൾ വെടിവെച്ച് വീഴ്ത്താൻ ശ്രമിച്ചിരുന്നു. ഹൂത്തികൾ ശ്രമിച്ചു എന്നത് മാത്രമല്ല, ഒരു അല്പ ഗ്യാപ്പിൽ, ഒരു നൂലിഴയിൽ F-35 വിമാനം, F-16 വിമാനങ്ങൾ പെട്ടെന്ന് അവരുടെ ഉയരം കൂട്ടി അവരുടെ പക്കലുള്ള ഫ്ലെയർസ് റിലീസ് ചെയ്തും രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇത് ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളാണ്. ഇതിനെ ഒരുപാട് ഡിഫൻസ് എക്സ്പേർട്ട് അനലൈസ് ചെയ്തു. കൂടാതെ ഇത് സത്യമാണ് എന്നും സ്ഥിരീകരിക്കുകയും ചെയ്തു. അതെങ്ങനെയാണ് F-35 വിമാനത്തെ ഹൂത്തികളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുക? ഹൂത്തികളെ കൊണ്ട് ഇതിനെ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുക? അതൊരു സ്റ്റെൽത്ത് വിമാനമല്ലേ? അതിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്നുവരെയും ആരുടെ പക്കലും ഇല്ല. F-35 എന്നത് ശരിക്കും ഒരു സ്റ്റെൽത്ത് വിമാനമാണ്. പക്ഷെ അതിനെ കണ്ടെത്താനാകില്ല, വെടിവെച്ച് വീഴ്ത്താൻ കഴിയില്ല എന്നതൊക്കെ ഒരു മിഥ്യാധാരണ മാത്രമാണ്. F-35നെ എല്ലാ റഡാർ നെറ്റ്വർക്സിനെ കൊണ്ടും കണ്ടെത്താൻ സാധിക്കും. പക്ഷേ അതിനെ ട്രാക്ക് ചെയ്യുന്നതിനും അതിനെ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു റഡാർ ക്രോസ് സെക്ഷൻ ആവശ്യമാണ്. പക്ഷെ അതിവിടെ ഇല്ല. എല്ലാ വസ്തുക്കളും റഡാറിൽ കാണാൻ സാധിക്കും. പക്ഷെ ഒരു പ്രത്യേക RCS റഡാർ ക്രോസ് സെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ടാർഗറ്റായി മിസൈലിന് ഫീഡ് ചെയ്യാൻ കഴിയൂ. അങ്ങനെ ടാർഗറ്റായി മിസൈലിന് ഫീഡ് ചെയ്താൽ മാത്രമേ അത് ചെന്ന് ആ വിമാനത്തെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുകയും ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ റഡാറിൽ അത് കാണാൻ സാധിക്കൂ. വളരെ ചെറിയ രീതിയിൽ RCS ഉള്ളത് കൊണ്ട് തന്നെ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻപുട്ട് നൽകാൻ കഴിയില്ല. അപ്പോൾ ഹൂത്തികൾ എങ്ങനെയാണ് ഇത് ചെയ്തത്? ഏത് റഡാർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ പക്കലുള്ള സർഫസ് ടു എയർ മിസൈൽസ് കൂടുതൽ എണ്ണം ഈ വിമാനങ്ങൾക്ക് നേരെ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഈ സർഫസ് ടു എയർ മിസൈൽസ് എല്ലാം ഇൻഡിജിനസ് ആയി അതിന്റെ ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ളതാണ്. ഇപ്പോൾ F-16 വിമാനം എടുക്കാം. ഇത് റഡാറിൽ വളരെ എളുപ്പത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഈ F-16 വിമാനങ്ങളെ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് മിസൈൽ ലോഞ്ച് ചെയ്തതിനു ശേഷം ഇൻഡിജിനസ് മോഡിലാക്കുന്നു. അത് ഇൻഡിജിനസ് ആയി തന്റെ ലക്ഷ്യത്തെ നോക്കിപ്പോകുന്ന രീതിയിലേക്ക് അതിന്റെ മോഡ് മാറ്റുന്നു. ഇതേ രീതിയിൽ കൂടുതൽ മിസൈലുകൾ അയക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിമാനം വെടിവെച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. കുറഞ്ഞ നമ്പേഴ്സിൽ വരുന്ന വിമാനങ്ങൾക്കെതിരെ കൂടുതൽ നമ്പർ ഓഫ് സർഫസ് ടു എയർ മിസൈൽസ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു റേഷ്യോ കാരണം, കൂടുതൽ എണ്ണമുള്ളത് കാരണം വിമാനങ്ങൾ അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ ഹൂത്തികളും ശ്രമിച്ചിരിക്കുന്നത്. ഇങ്ങനെ കൂടുതൽ സർഫസ് ടു എയർ മിസൈൽസ്, സാം മിസൈൽസ് ഇവിടെ ഹൂത്തികൾ ഉപയോഗിച്ചിരിക്കുന്നത് അമേരിക്കയുടെ വിമാനങ്ങൾക്ക് ഒരു സാച്ചുറേഷൻ എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാച്ചുറേഷൻ എഫക്റ്റിൽ നിന്നും രക്ഷപ്പെടാനായി ആ വിമാനങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഷോട്ട് ഡൗൺ ആകാൻ പാടില്ല എന്നതിനു വേണ്ടി അവ അതിൻ്റെ ഫ്ലെയർസ് റിലീസ് ചെയ്തിട്ടുണ്ടാകണം. കാരണം മറ്റ് രാജ്യങ്ങളുടെ പക്കൽ F-35 അകപ്പെട്ടാൽ അത് അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് വലിയൊരു അപമാനമായി തന്നെ മാറും. ഇനി അത് ഹൂത്തികളുടെ പക്കൽ അകപ്പെടുകയാണെങ്കിൽ, ഹൂത്തികൾ കാരണം ഈ ഒരു വിമാനം ഡൗൺ ആവുകയാണെങ്കിൽ അത് ആ മുഴുവൻ മാർക്കറ്റിനെ തന്നെ കൊളാപ്സ് ചെയ്യും. ഇതിനകം അമേരിക്ക ഒരു സ്റ്റെൽത്ത് വിമാനം നഷ്ടപ്പെടുത്തിയിരുന്നു. S-125ന്റെ പക്കൽ അവർ നഷ്ടപ്പെടുത്തി. അതുപോലൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്ന് കരുതി രക്ഷപ്പെടാനായി ഫ്ലൈസ് റിലീസ് ചെയ്തു. കൂടാതെ F-16നെ F-35ന് പുറകിലായി കൊണ്ടുവന്ന് അവർ രക്ഷപ്പെട്ടുവെന്നും പറയാം. ഇവിടെ ആ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നോ എന്നറിയില്ല. കാരണം ആ വിമാനങ്ങൾക്ക് അടുത്ത് വന്നാൽ മാത്രമേ ഫ്ലൈസ് റിലീസ് ചെയ്യുകയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സിനാരിയോ അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെ ഹൂത്തികളുടെ ഒരു വലിയ വിജയമായി പറയാം. ടെക്നിക്കലായി പറയണമെന്നുണ്ടെങ്കിൽ ടെക്നോളജി ഇല്ലാത്ത ഒരു രാജ്യം, ടെക്നോളജി വളരെ കുറവുള്ള ഒരു രാജ്യം ഹൈ ടെക്നോളജി ഉള്ള ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്താൻ ശ്രമിച്ചൊരു കഥ. ഇപ്പോൾ നാളെ ഒരു ദിവസം ബംഗ്ലാദേശ് US എയർഫോഴ്സിന്റെ ഏതെങ്കിലും ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയാൽ അത് ഏതൊരു സിനാരിയോ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക? അതുപോലൊരു സംഭവമാണ് ഇവിടെ ഹൂത്തികളും ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം എല്ലാവരും കൺഫേം ചെയ്തൊരു വാർത്തയാണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന്. ഇതിന് പാരലായി നടന്ന മറ്റൊരു കാര്യം കൂടെ അറിയണം. 3 F-18 സൂപ്പർ ഹോർണറ്റ് വിമാനങ്ങളെ നഷ്ടപ്പെടുത്തി. ഹൂത്തികളുടെ മിസൈലിനെതിരെ ആ കപ്പൽ മെനുവർ ചെയ്യുമ്പോഴാണ് സംഭവിച്ചത്. കൂടാതെ അമേരിക്കയുടെ ഈ ഡിഫൻസ് സിസ്റ്റം എന്നത് ലോകത്തിൽ തന്നെ ടോപ്പ് മാച്ചായ സിസ്റ്റമാണ്. അങ്ങനെയുള്ള ഡിഫൻസ് സിസ്റ്റത്തെയും കടന്നു വന്ന് ഒരു മിസൈൽ നമ്മുടെ കപ്പലിന് നേരെ വരുമ്പോൾ നിങ്ങൾക്ക് മറ്റു മാർഗമില്ല. ആ കപ്പലിനെ ദിശ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു വഴി ആ മിസൈലിൽ നിന്നും രക്ഷപ്പെടാൻ. അങ്ങനെ വളരെ ഇവേസീവ് മെനുവർ ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്ന വിമാനങ്ങൾ തന്നെ താഴേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഹൂത്തികളുടെ ആയുധപുരയിൽ തീർച്ചയായും ആവശ്യത്തിന് ക്യാപ്പബിൾ ആയ മിസൈൽസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെറും 10 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ 3 വിമാനത്തെ ഷോട്ട് ഡൗൺ ചെയ്യാനുള്ള ശ്രമം, പോരാത്തതിന് അമേരിക്കൻ വാർഷിപ്സിനെതിരെയുള്ള അറ്റാക്സ്, ഇവയെല്ലാം $1 ബില്യൺ കോസ്റ്റാണ് അമേരിക്കയ്ക്ക് ഹൂത്തികൾ സമാനമായി നൽകിയത്. ഒരുപക്ഷെ അമേരിക്കയ്ക്കും ഹൂത്തികൾക്കും ഇടയിൽ ഒരു സീസ് ഫയർ ഉണ്ടാകാൻ ഇത് കാരണമായിരിക്കാം. ഇത് മാത്രമല്ല, ഇതും ഒരു കാരണമായിരിക്കാം. എന്നാൽ ഇവിടെ ഈ ഹൂത്തികൾക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു സീസ് ഫയർ ഉണ്ടായാലും ഇസ്രായേലിനെ ഹൂത്തികൾ കൗണ്ടർ ചെയ്യാതെ വിടില്ല. ഗാസയ്ക്കുള്ളിൽ ഇന്നലെ പോലും ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്സിൽ 85-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഈ മരിച്ചവരിൽ കൂടുതൽ പേരും പൊതുജനങ്ങളാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാവരും ഉണ്ട്. 85-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്.
ഇങ്ങനെ ഒരു വലിയ അറ്റാക്ക് നടന്നതിന് ശേഷം ഹൂത്തികൾ പറഞ്ഞത് ഹൈഫ പോർട്ടിനെ ഞങ്ങൾ ബ്ലോക്കൈഡ് ചെയ്യും. ഇതിനകം ബെൻഗുരിയൻ എയർപോർട്ടിന് ഞങ്ങൾ ഒരു വാർണിംഗ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ഇങ്ങനെ ഗാസയ്ക്കുള്ളിൽ പ്രശ്നം നടത്തുന്നത് ഒരല്പം പോലും കുറച്ചില്ലെങ്കിൽ ബെൻഗുരിയൻ എയർപോർട്ടിനെ ഞങ്ങൾ നശിപ്പിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകി. അടുത്ത ഘട്ടമായി ഇപ്പോൾ ഹൈഫ പോർട്ടാണ്. ഇത് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമി ഹബ്ബാണ്. അതിനെ ബ്ലോക്കേഡ് ചെയ്യും. അവിടെയുള്ള കപ്പലുകളെ ഞങ്ങൾ ആന്റി ഷിപ്പ് മിസൈൽസ് ഉപയോഗിച്ച് ആക്രമിക്കും, നശിപ്പിക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകി. ഗാസ പ്രശ്നം അവസാനിപ്പിച്ചില്ലെങ്കിൽ. എന്നാൽ ഈ ബെൻഗുരിയൻ വിമാനത്താവളം ആക്രമിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ അവരുടെ ആ ഒരു പ്രസ്താവന അനുസരിച്ച് ആന്റി ഷിപ്പ് മിസൈൽസ് ഉപയോഗിച്ച് നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രത്തോളം ലോങ് റേഞ്ച് പോകുന്ന ആന്റി ഷിപ്പ് മിസൈൽസ് ഹൂത്തികളുടെ പക്കലില്ല. ഒരു പക്ഷേ ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ച് ഹൈഫ പോർട്ടിന് വരും ദിവസങ്ങളിൽ ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്താം. 1-2 ദിവസത്തിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികളുടെ കാര്യത്തിൽ അവർ ഒരു സേഫ് ഗെയിം കളിച്ചു. നമ്മുടെ അസറ്റ്സ് എല്ലാം ഇവിടെ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. പല നാശനഷ്ടങ്ങൾ, ഡാമേജസ് ഹൂത്തികൾ കാരണം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും എല്ലാം സംഭവിക്കുന്നുണ്ട്. നേരിട്ടായും നേരിട്ടല്ലാതെയാലും സംഭവിക്കുന്നുണ്ട്. MQ-9 റീപ്പർ ഡ്രോൺസിന്റെ വിലയൊക്കെ 30 മില്യണിലധികമുണ്ട്. ഇതുവരെയും നോക്കിയാൽ 200-300 മില്യൺ മാത്രം ഈ ഡ്രോൺ കാറ്റഗറിയിൽ തന്നെ അമേരിക്ക നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അമേരിക്ക ഒരു സേഫ് ഗെയിം കളിച്ചു. പക്ഷേ ഇസ്രായേൽ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അറിയില്ല. കാരണം ഗാസയെ ആക്രമിക്കുന്നത് പോലെ അത്രയും എളുപ്പമല്ല ഹൂത്തികൾ ആക്രമിക്കുക. ഗാസ എന്നത് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഈ 2000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് ഹൂത്തികളെ ഇസ്രായേലിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ എസ്കലേഷൻസ് വീണ്ടും അധികമാകാൻ തന്നെയാണ് സാധ്യത. കാണാം എന്ത് സംഭവിക്കുന്നുവെന്ന്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.